പൊയ്യ-മാള പഞ്ചായത്ത് പ്രദേശത്തേക്ക് കുടിവെള്ളത്തിനും ജലസേചനത്തിനുമായി കുഴൂരിൽ നിന്ന് വെള്ളം എത്തിക്കുന്നതിനുള്ള നിർദ്ദേശം നടപ്പാക്കാൻ ചർച്ചകൾ പോലും നടന്നില്ല. പൊയ്യ പഞ്ചായത്തിലെ പൂപ്പത്തി, മാള പഞ്ചായത്തിലെ കുരുവിലശ്ശേരി പ്രദേശങ്ങളിലേക്ക് ജലസേചനത്തിനും കുടിവെള്ളത്തിനും പ്രയോജനം ലഭിക്കുന്ന നിർദ്ദേശമാണ് കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ മുന്നോട്ട് വെച്ചിരുന്നത്. ഇക്കാര്യത്തിൽ പൊയ്യ പഞ്ചായത്തുമായി പ്രാഥമിക ചർച്ച മാത്രമാണ് ഒരു വർഷം മുമ്പ് നടത്തിയത്. കുഴൂർ പഞ്ചായത്തിലെ പോളക്കുളത്തിൽ നിന്ന് പൊയ്യ പഞ്ചായത്ത് അതിർത്തിയിലുള്ള കടാംകുളത്തിലേക്ക് വെള്ളമെത്തിച്ച് അവിടെ നിന്ന് പമ്പിംഗ് നടത്തുന്നതിനുള്ള നിർദ്ദേശമാണ് ഉണ്ടായിരുന്നത്. കുഴൂർ പൊയ്യ പഞ്ചായത്തുകളുടെ അതിർത്തിയാണെങ്കിലും സമീപത്തുള്ള മാള പഞ്ചായത്തിലേക്കും പ്രയോജനം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പോളക്കുളത്തിൽ നിന്ന് പൂപ്പത്തിയിലെ കടാംകുളത്തിലേക്ക് വെള്ളമെത്തിക്കുന്നതിന് സൗകര്യമൊരുക്കാമെന്ന് കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ ഉറപ്പു നൽകിയിട്ടുണ്ട്. ചാലക്കുടി പുഴ ഒഴുകുന്നതുകൊണ്ട് ജലസമൃദ്ധി ഉള്ളതുകൊണ്ടും കരിക്കാട്ട് ചാലിൽ നിന്ന് വട്ടക്കുളം വഴിയും പൂത്തിരുത്തി ലിഫ്റ്റ് ഇറിഗേഷൻ വഴിയും നമ്മൾ പോളക്കുളത്തിലേക്ക് വെള്ളം എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പോളക്കുളത്തിൽ നിന്നും നമ്മൾ താനശ്ശേരി പള്ളി വരെ, കടാകുളത്തിന്റെ തൊട്ട് ചേർന്ന താനശ്ശേരി പള്ളി വരെ നമ്മൾ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി മുഖേന ആ ഭാഗമൊക്കെ ജലസേചനം നടത്തുന്നതിന് വെള്ളം ഉപയോഗിച്ച് നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് അന്ന് പൊയ്യ പഞ്ചായത്തിനോട് നമ്മൾ പറഞ്ഞത്, ഈ പോളക്കുളത്തിൽ നിന്ന് നമ്മൾ സംയുക്തമായിട്ടൊരു പദ്ധതി സമർപ്പിച്ചാൽ പോളക്കുളത്തിൽ നിന്ന് കടാകുളത്തിലേക്ക് വെള്ളം എത്തിക്കാനും കടാകുളത്തിൽ നിന്ന് ലിഫ്റ്റ് ഇറിഗേഷൻ വഴി പൊയ്യ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും മാള പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും ജലസേചനം നടത്താമെന്നും അതുവഴി ജലസേചനവും കൃഷിക്കും അതുമാതിരി തന്നെ കുടിവെള്ളം ജലസേചനം വന്നാൽ കിണറുകളിൽ വെള്ളം വരും, ശുദ്ധമായ വെള്ളം ജനങ്ങൾക്ക് കുടിക്കാൻ സാധിക്കും. അതുകൊണ്ട് ജലസേചനം നടത്തി നമ്മൾ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിന് ജലസേചനം നടത്തി കൃഷിക്കും ഉപയുക്തമാക്കാമെന്നുള്ള രീതിയിലാണ് ചർച്ച നടന്നത്. കുഴൂരിലെ തുമ്പരശ്ശേരി പൂത്തുരുത്തി ജലസേചന പദ്ധതിയിൽ നിന്നാണ് പോളക്കുളത്തിലേക്ക് വെള്ളം എത്തിക്കുന്നത്. ഈ രണ്ട് പദ്ധതിയും ഇപ്പോൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ല. തുമ്പരശ്ശേരി പദ്ധതി പ്രയോജനപ്പെടുത്തിയാൽ പോളക്കുളത്തിലേക്ക് കൂടുതൽ വെള്ളമെത്തിക്കാൻ കഴിയും. പൊയ്യ പഞ്ചായത്ത് താൽപര്യമെടുത്താൽ വെള്ളമെത്തിക്കാൻ കുഴൂർ തയ്യാറാണെങ്കിലും തുടർ ചർച്ചകൾ ഉണ്ടായിട്ടില്ല. കടാംകുളത്തിന് 100 മീറ്റർ ദൂരത്തിൽ വരെ പോളക്കുളത്തിൽ നിന്ന് വെള്ളമെത്തുന്നുണ്ട്. അധികമായി യാതൊരു സൗകര്യവും ഒരുക്കാതെ കടാംകുളത്തിലേക്ക് വെള്ളമെത്തിക്കാനായി കഴിയും. പൂപ്പത്തി പ്രദേശത്തെ കൃഷിക്കും കുടിവെള്ളത്തിനും ഏറെ പ്രയോജനപ്പെടാവുന്ന പദ്ധതി നടപ്പാക്കുന്നതിനുള്ള തുടർ ചർച്ചകൾ നടത്തി പ്രാവർത്തികമാക്കണമെന്ന ആവശ്യം ശക്തമാണ്. TCV മാള.